ഹലോ, വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആദ്യകാല മനുഷ്യജീവിതം എന്നതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ഫാക്ട്സ് നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു പാഠഭാഗം മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രാചീന ശിലായുഗത്തെ കുറിച്ചും മധ്യശിലായുഗത്തെ കുറിച്ചും അതുകൂടാതെ നവീന ശിലായുഗത്തെ കുറിച്ചും താമ്രശിലായുഗത്തെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ശിലായുഗങ്ങളിൽ വരുന്ന സവിശേഷതകളെ കുറിച്ചും അന്നത്തെ മനുഷ്യ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാസ്കോ എന്ന പ്രദേശത്ത് രണ്ട് കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായി മുയലുകളെ വേട്ടയാടാൻ ഇറങ്ങി. പൊന്തക്കാടുകളിലും മാളങ്ങളിലും മുയലുകളെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ വേട്ടപ്പട്ടിയെ കാണാതെയായി. പരിഭ്രാന്തരായി തങ്ങളുടെ പട്ടിയെ അന്വേഷിച്ചു നടന്ന അവർ ചെന്നെത്തിയത് വലിയൊരു ഗുഹയ്ക്കകത്തായിരുന്നു. നൂറ്റാണ്ടുകളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ആ ഗുഹയിൽ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഗുഹാഭിത്തി നിറയെ വിവിധ വർണ്ണങ്ങളിൽ കുതിര, കാട്ടുപോത്ത്, കാള, മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ. അതായത് പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളൊക്കെയാണ് ഈ കുട്ടികൾ കണ്ടു എന്ന് പറയപ്പെടുന്നത്. അതെവിടെയാണ് കണ്ടിട്ടുള്ളത്? ഫ്രാൻസിലെ ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പ്രാചീന ശിലായുഗത്തെ കുറിച്ചാണ്, അഥവാ പാലിയോളിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. അന്ന് കാലത്ത് മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ചിത്രങ്ങളാണ് ഈ പറയുന്നവയൊക്കെ. ഇന്ത്യയിൽ നിന്നും ഇതിന്റെ അവശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ദിംബേട്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഇവിടെ ചിത്രത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഗുഹാചിത്രങ്ങളെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ ഷോവെ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ സ്പെയിനിലെ അൾട്ടാമിറ എന്ന് പറയുന്ന സ്ഥലത്തും നിന്നുള്ള ഗുഹാചിത്രങ്ങളുടെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അന്ന് കാലത്തെ മനുഷ്യരുടെ ജീവിതം കൂടുതലും വേട്ടയാടലായിരുന്നു. കാരണം ഈ ഗുഹാചിത്രങ്ങളിൽ കൂടുതലായും ഉണ്ടായിരുന്നത് ഈ പറയുന്ന മൃഗങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ ഇവയെ വേട്ടയാടിയ ചിത്രങ്ങളൊക്കെയാണ്. അപ്പോ ഇവ കുറേയധികം വർണ്ണങ്ങൾ കൊണ്ടുള്ള ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായല്ലോ. അപ്പോ ഈ പറയുന്ന സസ്യങ്ങളുടെ ചാറുകളും അതുപോലെ തന്നെ ചെങ്കൽ പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അന്നേ കാലത്തെ മനുഷ്യരുടെ ജീവിതം മെയിൻ ആയിട്ട് മൃഗങ്ങളെ വേട്ടയാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്നും പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ സംഘമായി ഇവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോ ദിംബെട്കയിൽ നിന്ന് ലഭിച്ച സംഘനൃത്തത്തിന്റെ ഗുഹാചിത്രമൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാട്ടുപന്നി, കാട്ടുപോത്ത് എന്നിവ കൂടാതെ മറ്റു പല മൃഗങ്ങളുടെ ചിത്രങ്ങളും ഈ പറയുന്ന ഗുഹാചിത്രങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പറയുന്ന ഗുഹയ്ക്കകത്ത് സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചിട്ടാണ് ഇവർ ആവശ്യമായ വെളിച്ചമൊക്കെ ലഭിച്ചിരുന്നത്. അതുപോലെ വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകളും ഒക്കെ ഈ പറയുന്ന ഗുഹാചിത്രങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ഈ പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിന്റെ തെളിവുകളായിട്ട് നമുക്ക് പറയാവുന്നവയാണ്. ഓക്കെ ആണല്ലോ. അന്നത്തെ മനുഷ്യര് വേവിച്ച ഭക്ഷണം കഴിച്ചിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങളും ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇവയൊക്കെ ഈ ഗുഹകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ മനുഷ്യരെന്താണ് ഭക്ഷണം വേവിച്ചു കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷ്യമാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നത്തെ ആയുധങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അന്നേ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വേട്ടയാടിയിട്ടാണ് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്നതെന്ന്. അപ്പോ ഈ പ്രാചീന ശിലായുധങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് എല്ല്, ആനക്കൊമ്പ്, തടി കഷ്ണങ്ങള് എന്നിവയൊക്കെയായിരുന്നു ഇവർ പ്രധാനമായിട്ട് ആയുധങ്ങളാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് കാലത്ത് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസമായിരുന്നു ഇവർ ഭക്ഷിച്ചിരുന്നത്. ഈ പ്രാചീന ശിലായുഗ മനുഷ്യരെ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആരാണ് കൂട്ടത്തിൽ കരുത്തുള്ളത് അവരാണ് ഈ ഒരു കൂട്ടത്തെ മുഴുവനായി നയിച്ചിരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാം. അതുപോലെ തോലുകൾ തുന്നാനുള്ള സൂചികളായി ഇവരെ മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അന്ന് കാലഘട്ടത്തിലുള്ള മറ്റു പ്രധാന സവിശേഷതകളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി, കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു, മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു, ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു, എല്ലുകൊണ്ട് സുഷിര വാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പോ എല്ലുകൊണ്ട് നിർമ്മിച്ച വാദ്യോപകരണത്തിന്റെ ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് എന്നും കൂടെ മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ മെയിൻ ആയിട്ട് കുറേയധികം പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാനല്ല, മറിച്ച് എന്താണ് ഓരോ ശിലായുഗത്തിലും വരുന്ന പ്രത്യേകതകൾ എന്ന് ഒരു ആകെ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോ ഇന്ത്യയിലും ഈ പറയുന്ന പ്രാചീന ശിലായുഗത്തിന്റെ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായതാണ് മധ്യപ്രദേശിലെ ദിംബേഡ്ക എന്ന് പറയുന്ന സ്ഥലം.
കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, റോക്ക് ഷെൽട്ടർ ഇതിന്റെ സവിശേഷതയായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ടിംബെടുക്ക അല്ലാതെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതും കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോ നമ്മൾ ഓൾറെഡി പ്രാചീന ശിലായുഗത്തെ കുറിച്ച് പറയുകയുണ്ട്. അടുത്തതാണ് മധ്യകാല ശിലായുഗം, മധ്യശിലായുഗം എന്ന് പറയുന്നത്, മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ചധികം വ്യത്യസ്തപ്പെട്ടതായിരിക്കുമല്ലോ എന്തായാലും മധ്യശിലായുഗം എന്ന് പറയുന്നത്. നമ്മള് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ കണ്ടപ്പോ തടിക്കഷ്ണങ്ങളും അല്ലെങ്കിൽ തന്നെ കല്ലുകളൊക്കെയാണ് അവർ കൂടുതലും ചില ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോ ഇവരുടെ ഈ പറയുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങള് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മധ്യശിലായുഗത്തെ സൂക്ഷ്മ ശിലായുഗം എന്നും നമ്മൾ പറയാറുണ്ട്. എന്താണ്? മധ്യശിലായുഗത്തെ സൂക്ഷ്മ ശിലായുഗം എന്നും നമ്മൾ പറയാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തില് വേട്ടയാടൽ തന്നെയാണ് ഇവിടെയും പ്രത്യേകതയായി വരുന്നത്. അപ്പോ കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടൽ വരുന്നുണ്ട്. അപ്പോ വേട്ടയാടൽ വ്യാപകമാകുന്നത് ഈ പറയുന്ന മധ്യശിലായുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പല ജീവികൾക്കും വംശനാശം സംഭവിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് മാമത്ത് എന്ന് പറയുന്ന ജീവി. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ നൽകുന്നു. 2013 സൈബീരിയയിൽ നിന്ന് മാമത്തിന്റെ ജീർണിക്കാത്ത ജഡം ലഭിച്ചിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്? ടോറി ഹെറിഡ്ജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. അപ്പോ SCERT-ൽ നിന്നുള്ള ഫാക്ട്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പോയിന്റ്സ് ആയാലും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു ഈ യൂറോപ്പിലെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന മധ്യശിലായുഗത്തിലുള്ള കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബാഗോർ, ആദംഗഡ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മറ്റെന്തൊക്കെയായിരിക്കും മധ്യശിലായുഗത്തിലെ സവിശേഷതകളായിട്ട് പറയുന്നത്? സ്ഥിരവാസം ആരംഭിച്ചു. ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. നായയെ ഇണക്കി വളർത്തി. ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. എന്നിവയൊക്കെ നമുക്ക് മധ്യശിലായുഗത്തിന്റെ പ്രത്യേകതകളായി എടുത്തു പറയാവുന്നതാണ്. അടുത്ത കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മധ്യശിലായുഗത്തിൽ പറഞ്ഞു സൂക്ഷ്മവും മിനുസമുള്ളതുമായ സൂക്ഷ്മവും അതുപോലെ നല്ല കൂർത്തതുമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ നേരെ നവീന ശിലായുഗത്തിലേക്ക് അഥവാ നിയോളിത്തിക് ഏജിലേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ആയുധങ്ങൾ എന്ന് പറയുന്നത് വളരെ മിനുസപ്പെടുത്തുകയാണ്. അതായത് മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൂടാതെ തന്നെ ഈ ഒരു നവീന ശിലായുഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. എന്താണ്? ഈ ഒരു കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിച്ചത് എന്നുള്ളതാണ് നവീന ശിലായുഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോ മുൻപുള്ള വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഇപ്പൊ എന്താണ് ഭക്ഷ്യ ഉത്പാദനത്തിലേക്കുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ഇവര് നദീതടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൃഷി ആരംഭിക്കുന്നത്. സ്ഥിരവാസം തുടങ്ങുന്നുണ്ട്. ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ജനസംഖ്യ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന കൃഷിയിലേക്കും ഈ ഭക്ഷ്യോൽപാദനത്തിലേക്കും വരുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോ അന്നേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന സവിശേഷതകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് വിശേഷിപ്പിച്ചത്? നവീന ശിലായുഗ വിപ്ലവം അഥവാ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ആരാണ് ഇത് പറയുന്നത്? ഗോർഡൻ ചൈൽഡ് ആണ്. അപ്പോ നമ്മള് ഓസ്ട്രേലിയയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്നു. എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഓസ്ട്രേലിയയിലാണ് എന്നുള്ള പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇദ്ദേഹം ഈ പറയുന്ന 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, അതുപോലെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചരിത്രാതീത കാലത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ നവീന ശിലായുഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കൃഷി ആരംഭിച്ചതെന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഈ ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ ഇതൊക്കെ ആ കാലത്തിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകളാണ്. ഇതില് എടയ്ക്ക് ഗുഹയിലെ ചിത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ മറ്റൊരു കാര്യം വരുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പോയിന്റ്സ് ചൂണ്ടയും ചാട്ടുളയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു.
മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. മുനികൾ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. തടി കൊണ്ടുള്ള കൽപ്പയും തൂമ്പയും നിർമ്മിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു എന്നിവയൊക്കെ നവീന ശിലായുഗത്തിന്റെ സവിശേഷതകളായിട്ട് പറയാവുന്നതാണ്. എന്നാൽ നവീന ശിലായുഗത്തിന്റെ തന്നെ മറ്റൊരു സവിശേഷതയാണ് ഈ പറയുന്ന തടാക ഗ്രാമങ്ങൾ. അതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. അതായത് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് ഈ തടാകത്തിലെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. അതുപോലെ തന്നെ എക്സാമ്പിൾ വേറെ പറയാവുന്നത് പലസ്തീനിലെ ജെറീക്കോയിലാണ് ഈ നവീന ശിലായുഗത്തിന് നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ജാർമോ ഗ്രാമം കൊടുത്തിട്ടുണ്ട്. വടക്കൻ ഇറാഖിലാണ് ഈ പറയുന്ന ജാർമോ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിനെ കുറിച്ച് തെളിവ് ലഭിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ജാർമോ. അവിടെ ഈ പറയുന്നതായിട്ടുള്ള കുടിലുകൾ, അതായത് മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവ നിർമ്മിച്ച രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ജനസംഖ്യ വർധനവുണ്ടാവുന്നുണ്ട്. കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത്. അതുപോലെ ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് അന്ന് സഹായിച്ചിരുന്നത് എന്നതുകൂടെ മനസ്സിലാക്കി വെക്കാം. ഈ പറയുന്ന അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും അത് ലഭിച്ചിരിക്കുന്നത് ബുർസാഹം കാശ്മീരിൽ നിന്നാണ്. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു സവിശേഷതയായിട്ട് നമുക്ക് ഇതും പറയാവുന്നതാണ്. അടുത്തതാണ് താമ്രശിലായുഗം അഥവാ കാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്താണ്? അടുത്തതാണ് താമ്രശിലായുഗം വരുന്നത്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് വരുന്നത്. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്ന ഓരോ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു? കല്ലുകളായിരുന്നു കൂടുതൽ ഈ പറയുന്ന ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി എന്താണ് വരുന്നത്? ലോഹങ്ങളും കൂടെ വരികയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടം ആണ് താമ്രശിലായുഗം എന്ന് പറയുന്നത്. താമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പാണ്. അപ്പോ ഈ പണ്ട് കാലത്ത് നിർമ്മിച്ചിരുന്ന ആയുധങ്ങൾ കൂടാതെ തന്നെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം എന്തുപയോഗിക്കുകയാണ്? ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോ താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ചാതൽ ഹൊയ്ക്കിലാണ് ഈ പറയുന്ന മെയിൻ ആയിട്ട് വരുന്ന പ്രധാന കേന്ദ്രം. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെ കുറിച്ച് പ്രധാനമായും വിവരം ലഭിക്കുന്നത് എവിടെയാണ്? തുർക്കിയിലെ ചാതൽ ഹൊയ്ക്കിലാണ്. ഇവിടെ ഇപ്പോഴും എന്ത് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ഇപ്പോഴും ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മനുഷ്യരുടെ ജീവിതം അവരുടെ വാസസ്ഥാനങ്ങളുടെ അവശിഷ്ടൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നത് കൂടെ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുധ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറയുന്നത്. ഏതാണ്? ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ഈ പറയുന്ന താമ്രശിലായുഗത്തിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മൺപാത്രത്തിന്റെ ചിത്രമൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മൾ ഓൾറെഡി എന്തിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി? പ്രാചീന ശിലായുഗത്തെ കുറിച്ചും മധ്യശിലായുഗത്തെ കുറിച്ചും നവീന ശിലായുഗത്തെ കുറിച്ചിട്ടും അതുകൂടാതെ താമ്രശിലായുഗത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ വന്ന വ്യത്യാസങ്ങള്, അതുപോലെ അവരുടെ ആയുധങ്ങളിൽ വന്ന വ്യത്യാസങ്ങള്, പിന്നീട് കൃഷി രൂപപ്പെടുന്ന കാര്യങ്ങള്, അങ്ങനെ പല സവിശേഷതകളെ കുറിച്ചും പറയുകയുണ്ട്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും നോക്കേണ്ട പോയിന്റ്സ് തന്നെയാണ്. അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അറിവ് നേടിയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രോത്സാഹനം ലഭിക്കുന്നത്. അപ്പോ എന്തായാലും നമുക്ക് അടുത്തൊരു ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.